ആരിലും അസൂയ പുലർത്തുന്ന ദാമ്പത്യമായിരുന്നു അവരുടേത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എന്തോ പ്രത്യേകത ഉള്ളത് അന്നേ മഹദിക്ക് മനസ്സിലായിരുന്നു. മുത്തുനബി കാണുന്ന സ്വപ്നങ്ങളെല്ലാം മഹദിയോട് പറയാറുണ്ട്. പ്രസ്തുത സ്വപ്നങ്ങൾ പലതും പിന്നീട് പുലരുന്നതും മഹദി കണ്ടിരുന്നു. പ്രായം 40-നടുത്തതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏകാന്ത ജീവിതത്തിന് താൽപ്പര്യമായി. മക്കയിലെ ഹിറാ ഗുഹയിൽ ഏകനായി അവിടുന്ന് ഇരിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരാത്ത ദിവസങ്ങളിൽ അവിടുത്തേക്ക് ഭക്ഷണവുമായി ആ 55 വയസ്സുള്ള ഉമ്മ മല കയറുമായിരുന്നു. ഒരിക്കലും ഖദീജ ബീവി പരിഹാസവാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾ എന്താ മനുഷ്യ ഇങ്ങനെയെന്ന് ചോദിച്ചിട്ടില്ല. ഇതൊന്നും ശരിയാവില്ലെന്ന് കയർത്ത് സംസാരിച്ചിട്ടില്ല. സഹായത്തിന് പോലും അവർ ആരെയും കൂട്ടിയിരുന്നില്ല. അതിന് പറഞ്ഞ കാരണം എൻ്റെ ഭർത്താവിന് ഞാൻ തന്നെ ഭക്ഷണം കൊടുക്കണം എന്നാണ്. അതെ, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജ ബീവി ഒരു ആശ്വാസമായിരുന്നു. 642 മീറ്ററാണ് ആ മലയുടെ ഉയരം. ഇന്ന് പടവുകൾ ഉണ്ടാക്കിയിട്ടും ആ മല കയറാൻ ആരോഗ്യമുള്ളവർക്ക് പോലും 1.5 മണിക്കൂറോളം വേണം. ചെങ്കുത്തായ വഴിയിലൂടെ മുകളിലെത്തി 20 മീറ്റർ താഴോട്ട് ഇറങ്ങിയാലേ ഗുഹയിലെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഉമ്മ എത്രമാത്രം കഷ്ടപ്പെട്ട് കാണും. ഒരു നാൾ റമളാൻ മാസം റസൂലിന് മുമ്പിൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നിട്ട് നബിയോട് പറഞ്ഞു, വായിക്കുക. എനിക്ക് വായിക്കാൻ അറിയില്ല, നബി തങ്ങൾ മറുപടി പറഞ്ഞു. മലക്ക് നബിയെ ആലിംഗനം ചെയ്തുകൊണ്ട് വീണ്ടും അത് ആവർത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തരവും ആവർത്തിച്ചു. 3-ാം തവണ റസൂൽ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താണ് വായിക്കേണ്ടത്? സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക. നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേന കൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യൻ അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു. ഉടനെ മലക്ക് അപ്രത്യക്ഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിച്ചോടി വീട്ടിലെത്തി. അദ്ദേഹം ഖദീജ ബീവിയോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എന്നെ പുതപ്പിക്കൂ, പുതപ്പിക്കൂ. ഖദീജ ബീവി പരിഭ്രാന്തയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഖുർആൻ കേൾപ്പിച്ചു. ഖദീജ ബീവി നബി തങ്ങളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നബി തങ്ങൾ പ്രവാചകനായ കാര്യം ആദ്യം അറിയിച്ചത് ഖദീജ ബീവിയാണ്. ഉടനെ ഖദീജ ബീവി നബിയിൽ വിശ്വസിച്ചു. അങ്ങനെ മുഹമ്മദ് നബിയിൽ വിശ്വസിച്ച ആദ്യത്തെ ആളായി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഏറ്റവും ആദ്യമായി ധനം ചെലവഴിച്ച വ്യക്തിയായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിന്നുകൊണ്ട് ആദ്യമായി നമസ്കരിച്ച വ്യക്തിയായി ഖദീജ ബീവി മാറി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച വനിത, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഏറ്റവും ആദ്യമായി ക്ഷണിച്ച സ്ത്രീകളിൽപ്പെട്ടവർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഏറ്റവും ആദ്യമായി ധനം ചെലവഴിച്ച വ്യക്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിന്നുകൊണ്ട് ആദ്യമായി നമസ്കരിച്ച വ്യക്തി, ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ അള്ളാഹു തആല ആദ്യമായി സലാം പറഞ്ഞയച്ച വ്യക്തി. ഇങ്ങനെ പല സവിശേഷതകളുമുള്ള മഹദിയാണ് ഖദീജ ബീവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നീട് പരീക്ഷണങ്ങളായിരുന്നു, പീഡനങ്ങൾ, ബഹിഷ്കരണങ്ങൾ. 3 വർഷം ഒരു മലമുകളിൽ മക്കളുമായി നബിക്കൊപ്പം നേരാവണ്ണം കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഖദീജ ബീവി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഒരിക്കൽ പോലും ബീവി അസഹ്യത കാണിച്ചിട്ടില്ല. പിന്നീട് രോഗം ബാധിച്ച് ഖദീജ ബീവി കിടപ്പിലായി. ആ സമയം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായി പറയുന്നുണ്ട്, നബിയെ, അങ്ങേക്ക് അള്ളാഹു നല്ല ഭാര്യമാരെ തരട്ടെ, നല്ല മക്കളെയും തരട്ടെ. മരണവേദനയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുഖം ആശംസിച്ച ആ ബീവിയുടെ സ്നേഹം എത്ര മഹത്തരം. അന്ന് നബിയോടൊപ്പം ആ വീട്ടിൽ താമസിച്ചിരുന്ന ബാലനായ അലി പറയുന്നുണ്ട്, ഖദീജ ബീവി മരിച്ചതിന് ശേഷം എല്ലാ രാത്രിയും നബി തങ്ങൾ ബീവിയോർത്ത് ഏങ്ങി ഏങ്ങി കരയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പിന്നീട് പല ഭാര്യമാരും കടന്നു വന്നിട്ടുണ്ട്. അതിൽ ഒരേ ഒരു കന്യക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഐഷ ബീവി റളിയല്ലാഹു അൻഹ. മറ്റുള്ളവർ വിവാഹമോചിതരോ വിധവകളോ ആയിരുന്നു. പക്ഷേ അവർക്കാർക്കും ഖദീജ ബീവിയുടെ സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ കിട്ടിയിരുന്നില്ല. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലിനോട് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലേ, ഇതാ ഖദീജ വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ കൈവശം കറികളും ഭക്ഷണവും പാനീയവും അടങ്ങിയ പാത്രങ്ങളുണ്ട്. അവർ താങ്കളുടെ അടുത്ത് വന്നാൽ അവർക്ക് അവരുടെ നാഥൻ്റെയും എൻ്റെയും സലാം പറയുക. അവർക്ക് സ്വർഗത്തിൽ മുത്തുകൊണ്ടുള്ള ഒരു കൊട്ടാരമുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് ഖദീജ ബീവിയുടെ ചരിത്രം പൂർണ്ണമായും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇസ്ലാമിക ചരിത്രങ്ങളും കഥകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും
ചാനലൊന്ന് ഫോളോ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അസ്സലാമു അലൈക്കും.